ചേച്ചി ചേച്ചി. ആ നന്ദു പത്രം കൊണ്ട് വന്നേണോ? ആ ഇത് പൈസ ഇരിപ്പുണ്ടോ? പൈസ ഇരിപ്പുണ്ടെങ്കിൽ 2 മാസത്തെ പൈസ തരാണ്ട്. മോനെ അടുത്ത ഞായറാഴ്ച തരാടാ. ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ. മോൻ പോയിട്ട് അടുത്ത ഞായറാഴ്ച വാ. എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം പൈസ. ഓണിച്ചെണ്ണം പോയായിരുന്നോ? ഇല്ല, അവിടെ കിടന്ന് ഉറങ്ങണം. ഒരു ബോധമില്ല, അവിടെ നിന്ന് ഉറങ്ങി. എന്നത് കിടപ്പാ ചെറുപ്പം കളിക്കണം. എനിക്കേ അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. നിന്റെ പുറകെ നടക്കാനല്ല എനിക്ക് ജോലി. അല്ല പിന്നെ പിന്നെയും തിരിഞ്ഞു കിടന്നു. എഴുന്നേറ്റ് അപ്പുറത്തെങ്ങാനും പോയി കിടക്കട്ടാ. ഇവിടെ മനുഷ്യരൊക്കെ വന്നതാണ്. അടിയിലെങ്ങാനും വല്ല ഇട്ടുണ്ടാണെങ്കിൽ കിടന്നേ മതിയായിരുന്നു. ദൈവമേ, വല്ലരും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ മനുഷ്യന് ഒന്നാകെ നിന്നെ കൊണ്ട് മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങാൻ മേല. അവിടെ വന്നേ. പുറത്തോട്ടെങ്ങാനും പോകണമെങ്കിലേ അച്ഛൻ്റെ മരുന്ന് നടന്നിട്ടാ മേടിച്ചിട്ട് വന്ന് മറന്നു പോലെ കേട്ടോ. തീർന്നിട്ടേ ഇന്നലെയും ഭയങ്കര വിഷമമായിരുന്നു. വിളിച്ചോളൂ തന്നെ മറന്നു പോലെ കേട്ടോ. ഇന്നലെ ഞാൻ നോക്കി നീ വിലക്ക് പോയാ ഇവിടെ വല്ലതും തന്നു. നീ വരുമ്പോ അണ്ണാക്കിലോട്ട് എടുത്ത് വലിച്ചു കയറ്റിക്കൊണ്ട് പോകണ്ടല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടിട്ടാണെന്നാണ് വിചാരിച്ചത്. രാവിലെയാ? നോക്കണം, മണി എത്രയും നോക്കാം. മണിയൂടെ നോക്കാഞ്ഞിട്ടാണ് മാറിക്ക് പൂച്ചാണ്. ലീലാമേ, ലീലാമേ, എന്താണ് ശ്വാസം മുട്ടുന്നത്? എന്താ ചെറുക്കനും പോയല്ല, ആശുപത്രി പോണോ? അവിടെ ഉണ്ടെങ്കിൽ വിളിക്കേ. അവൻ എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം. അവന്റെ വായിരിക്കണം മുഴുവൻ ഞാൻ രാവിലെ കേട്ടു. സാരമില്ല, നീ അവനെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നത്? നീ അവനെ നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും, നോക്ക്. ഞാൻ എവിടെ ചെന്ന് നോക്കാനാണ്? ആ വരുന്നുണ്ട് വരുന്നുണ്ട്, വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അയ്യോ എന്റെ പൊന്നെ, കാല് നിലത്തിറക്കാതെ പോലെ വരുന്നുണ്ട്. തലനടിക്കാനായിട്ട് ഇന്നും വന്നിട്ടുണ്ട് മൂസായി. എന്റെ ദൈവമേ, എടാ ഇങ്ങോട്ട് വായിക്കടാ, നേരെ നോക്കടാ. എടാ അച്ഛന് ഗുളിക മേടിച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞത്. ഈ എക്സ്പയറി ഡേറ്റ് കഴിയ സാധനത്തിനൊക്കെ എന്ത് ചെയ്യാനാണ്? സാരമില്ല, ഓട്ടെ. അവന് ബോധമില്ലാണ്ടല്ലേ. ബോധം വരുമ്പോ അവനെല്ലാം മനസ്സിലായിക്കോളും. എന്തോ എങ്ങനെ ആർക്കാ ബോധമില്ലാത്ത? താനല്ലേ ഇവിടെ എനിക്ക് ഓടിച്ചെന്ന് ആദ്യമായിട്ട്. എന്റെ കുരുവാണ് താൻ, കുരു. നീ ആർക്കെല്ലായി പറയണത്? നിനക്ക് വല്ല ബോധമുണ്ടാ നീ പറയണതൊക്കെ തന്നെയാണെന്ന്? എടാ നീ ആ മനുഷ്യനെന്ന് നോക്കണം. എത്ര നേരമായിട്ട് ഞാൻ വിഷമിച്ചിരിക്കണം. ആ മനുഷ്യന് ഗുളിക മേടിച്ചിട്ട് തരാൻ നീ ഒരു ഒടുക്കം പിടിക്കാനായിട്ട് ഗുളിക മേടിച്ചിട്ടുണ്ട്. അത് പോട്ടെ. എടാ ആ മനുഷ്യൻ അങ്ങനെ എടാ നിന്നെയൊക്കെ നോക്കി തന്നെടാ. നിന്നോട് ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടാ മനുഷ്യൻ? നീ ഇങ്ങനെ തുടങ്ങാൻ പാവാണെങ്കിൽ പറയണം മോനെ, ഞാൻ ഇനി ജീവിച്ചിരിക്കല. അറിയാലോ, റെയിൽവേ ട്രാക്ക് അത്ര ദൂരമൊന്നും പോകണ്ട, വണ്ടി പിടിച്ചൊന്നും പോകണ്ട. നീ എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കൂടാ. ഞാൻ വല്ല ട്രെയിനും തല വെച്ച് ഞാൻ ചാകുവോ നിങ്ങൾ ചാകുവോ? ചാകുവോന്നല്ല നിങ്ങൾ
ആരെങ്കിലും ഒന്ന് ഓടി വന്നേ. ആരെങ്കിലും ഒന്ന് വന്നേ. അയ്യോ, അയ്യോ, എനിക്ക് കാണാൻ കഴിയില്ല ഇതൊന്നും. അയ്യോ, ഇതെന്നാണ് ചോരയൊക്കെ വന്നി. അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, എനിക്ക് കഴിയില്ല. എനിക്ക് മേല, ഞാൻ ചാകും. ഞാൻ ട്രെയിൻ തലവെച്ച് ചാകി. എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് നിങ്ങളുടെ ജീവിക്കണ്ട. ഞാൻ വേദന എടുക്കണുണ്ടോ? ഇല്ല. പോട്ടെ, നിങ്ങൾ ഒരാളെ ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കരയാതെ 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 അവൻ കിടന്ന അവൻ കൂക്കം വലിക്കാൻ തുടങ്ങി. ആ രാവിലെ അവനെ എഴുന്നേൽക്കുമ്പോഴേ ഒന്നും പറയണ്ട കേട്ടാ, ഒന്നും പറയണ്ട. പോട്ടെ. നിങ്ങൾ ഓർത്തിട്ടാണ് ഞാനില്ലാതായ നിങ്ങളുടെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് നാളെ ഒന്ന് ആശുപത്രി വരെ പോകാം കേട്ടാ. രാവിലെ പോകാം. കിടന്നോ? ആ, ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കിടന്നോളാം. പോകാം. ഹലോ, ആരാണ്? ചേച്ചി, ഞാനാ ചേച്ചി സുരേഷ്. ഇവിടെ പ്രകാശേട്ടൻ റെയിൽവേ ട്രാക്കിൽ ചേച്ചി മോനിച്ചനെന്തേ? മോനിച്ചനെ വിളിച്ചാ ഞാൻ മോനിച്ചനോട് പറഞ്ഞോളാം. ചേച്ചി നീ ഇങ്ങോട്ട് എഴുന്നേറ്റാ. എടാ, ഇത് സുരേഷ് ഏതാണ്ട് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവണ്ട. എടാ, ഇങ്ങോട്ട് എഴുന്നേറ്റാടാ. അയ്യോ, ഇങ്ങോട്ട് എഴുന്നേറ്റാടാ. പറയണേ, എനിക്കൊന്നും അറിയാൻ. ആ സുരേഷ് ഏട്ടാ, മോനെ ഞാൻ പറയുന്നത് പിന്നെ ബഹളം വെക്കരുത്.